ശ്രീ കെ സുരേന്ദ്രൻ, തെരഞ്ഞെടുപ്പ് ദിവസം ഒന്നുകൂടി ആവർത്തിക്കട്ടെ, വി എസ് അച്യുതാനന്ദൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടി.പിയുടെ ഭാര്യ കെ രമയെ പോയി കണ്ടത് എത്രമാത്രം ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് കണ്ടതാണ്, എത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് കണ്ടതാണ്. ഇന്നിപ്പോൾ രണ്ടിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം ചില തുറന്നു പറച്ചിലുകളുടെ ഭാഗങ്ങൾ പുറത്തു വരുന്നു. അതാകട്ടെ വലിയ ബോംബ് തന്നെയാണ്, വരുന്ന ദിവസങ്ങളിൽ CPM-നെ രാഷ്ട്രീയമായി ബാധിക്കുന്നത് തന്നെയാണ്. EP എന്തുകൊണ്ട് ഇന്നു തന്നെ തെരഞ്ഞെടുത്തു? ഇത് വളരെ വ്യക്തമാണ്. CPIM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ പാർട്ടി നേരിടുന്ന സംഘടനാപരമായും ആശയപരമായുമുള്ള ഭിന്നതകൾ, ആ പാർട്ടിയിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വലിയ നാശത്തിലേക്ക്, സർവനാശത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സ്ഥിതി. അതിന്റെ ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബംഗാളിലേതുപോലെ ത്രിപുരയിലേതുപോലെ CPIM പാർട്ടി നശിച്ചില്ലാതാവുകയാണ് കേരളത്തിലും. ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും, ഇന്ന് പോൾ ചെയ്യുന്ന ഉപതെരഞ്ഞെടുപ്പിലും 20-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും. അവിടെയെല്ലാം ദേശീയ ശക്തികൾ ഉയർന്നു വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേരളത്തിലെ ഒരു വലിയ ചരിത്രം, ഇത്രയും വർഷത്തെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തുള്ള ചരിത്രം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അസ്തമിക്കാൻ പോകുന്നു. നാം ബംഗാളിലും ത്രിപുരയിലും കണ്ട അതേ സാഹചര്യങ്ങൾ, അധികാരം തലയ്ക്ക് പിടിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ വൃത്തികേടുകളും നടത്തുന്ന ഒരു നേതൃത്വമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇപ്പോഴത്തെ CPM നേതൃത്വവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തർക്കങ്ങളിലെ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ഭാഗമായി നടക്കുന്ന സാമ്പത്തിക സമാഹരണം, അഴിമതി, സ്വജനപക്ഷപാതം, മറ്റ് വൃത്തികേടുകൾ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഇന്നത്തെ തുറന്ന പറച്ചിലുകൾ ഒരു ദിവസത്തേക്കുള്ള തുറന്ന പറച്ചിലുകളല്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും ഇതെല്ലാം. ശ്രീ കെ സുരേന്ദ്രൻ, EP രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, EP ജയരാജനെ പോലെ ഒരാൾക്ക് ഇനി അധികകാലം ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം EP ജയരാജനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എടുത്ത ഒരു സ്ട്രാറ്റജി, മുതിർന്ന നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും അധികാരം തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭരണം മുഴുവൻ തനിക്കും തന്റെ മരുമകനും ചേർന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വളരെ ആസൂത്രിതമായിട്ടാണ് ശ്രീ G സുധാകരൻ, ശ്രീ EP ജയരാജൻ, അതുപോലെ തോമസ് ഐസക്, അങ്ങനെ നിരവധി AK ബാലൻ, അങ്ങനെ നിരവധി സീനിയർ നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ അവസാന നിമിഷം ഒരു മുഹമ്മദ് റിയാസിനെ പിൻഗാമിയാക്കി വാഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇനി സർക്കാരിനുമെല്ലാം നേതൃത്വം നൽകേണ്ടത് താനും തന്റെ കുടുംബവും തന്നെ ആയിരിക്കണം. താനില്ലെങ്കിലും തന്റെ കുടുംബം ഇത് ഭരണം നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ള ഒരു വളരെ വികലമായിട്ടുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ പെട്ടെന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ മന്ത്രിസഭയിലേക്കും കൊണ്ടുവന്ന് തന്റെ ഒരു പിൻഗാമിയെ കോൺഗ്രസ് ചെയ്യുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹം കാണിച്ചത്. അതിന്റെ അനുരണനങ്ങൾ അന്നു മുതലേ തുടങ്ങിയതാണ്. അതിന്റെ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുതിർന്ന നേതാക്കളെല്ലാം കൈയൊഴിയുന്നു എന്നുള്ളതാണ് സത്യം. G സുധാകരനൊക്കെ പല ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഇന്ന് നേരിടുന്ന അപജയം, പാർട്ടിക്കകത്ത് തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നതിന്റെ അപജയം, അഴിമതിയുടെയും അതുപോലെ മറ്റ് വൃത്തികെട്ട കഥകളുടെയും എല്ലാം കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ജില്ലയിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു വലിയ തിരിച്ചടിയുടെ ഒരു നാശത്തിന്റെ നാളുകളാണ് എന്നുള്ളത് ഉറപ്പാണ്. ശ്രീ കെ സുരേന്ദ്രൻ, പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതായത് ഞാൻ ശരിയാണ്, നിങ്ങൾ പാർട്ടിയാണ് തെറ്റ് ചെയ്തത് എന്നുകൂടി പറയുന്നില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ട്. ഇപ്പൊ കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി വിലയിരുത്തിയാൽ, കണ്ണൂരിൽ ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നവീൻ ബാബുവിന്റെ മരണം, ആദ്യം അവര് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. PP ദിവ്യയും ഗോവിന്ദനും ജയരാജനും എല്ലാം ചേർന്ന്, അവിടുത്തെ ജില്ലാ സെക്രട്ടറി ജയരാജനും എല്ലാം ചേർന്ന് നടത്തുന്ന പല വഴിവിട്ട ഇടപാടുകളും അതൊക്കെ പുറത്തു വരും എന്നുള്ള വലിയ ആശങ്ക അവരെ നേരിടുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് പ്രകടമാണ്. ഇപ്പൊ പാലക്കാട് ജില്ലയിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഓരോ നേതാക്കളും ഓരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ നാം
കേട്ടുകളിവില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ജില്ലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും, കണ്ണൂർ ജില്ലയിലും പാർട്ടിയുടെ ഈറ്റില്ലങ്ങളിലെല്ലാം, ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന അവരുടെ തകർച്ചയുടെ ആഴം എത്രയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുന്നപ്രയിലും വയലാറിലും നമ്മൾ കണ്ടതാണ്. കയ്യൂരിലും കരിവള്ളൂരിലും എല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പതനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഒരർത്ഥത്തിൽ ഇത് വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അവസാനിക്കുകയും അവിടെ ദേശീയ ശക്തികൾ വളർന്നു വരികയും ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ ഘടനയിൽ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ ചോദ്യം കൂടി കെ സുരേന്ദ്രൻ, അതായത് ഈ പാർട്ടിക്കുള്ളിൽ മാത്രം പറയുമായിരുന്ന തിരുത്തൽ വാക്കുകൾ ഇപ്പോൾ പി ജയരാജൻ, പിന്നീട് ഇ.പി. ജയരാജൻ ഒക്കെയും, അതും കണ്ണൂരിൽ നിന്ന് തന്നെ ഉറക്കെ കേൾക്കുകയാണ്, തുറന്നു പറച്ചിലുകളായി. അത് സി പി എമ്മിനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ യുഗം വന്നതിന് ശേഷം ആ പാർട്ടിക്കകത്ത് മറ്റ് കോൺഗ്രസ് പാർട്ടിയിലെല്ലാം നടക്കുന്നത് പോലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധികാര കേന്ദ്രീകരണമാണ് ഇപ്പോൾ, ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അധികാര കേന്ദ്രീകരണമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്തും അധികാരവും ഒരു കുടുംബവും ഒരു വ്യക്തിയിലും കേന്ദ്രീകരിക്കപ്പെടുക എന്ന് പറയുമ്പോഴാണ് എല്ലാ രാജ്യങ്ങളിലും ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന ചരിത്രം നോക്കിയാൽ എല്ലാ രാജ്യങ്ങളിലും ഒരു കുടുംബത്തിലേക്കും ഒരു വ്യക്തിയിലേക്കും അധികാരം സമ്പത്തും കുമിഞ്ഞുകൂടി. അത് തന്നെയാണ് ലോകം മുഴുവൻ നമ്മൾ കണ്ടത്. അത് റഷ്യയിൽ നമ്മൾ കണ്ടു, കിഴക്കൻ യൂറോപ്യൻ നാടുകളിലെല്ലാം നമ്മൾ കണ്ടു, ബംഗാളിൽ നമ്മൾ കണ്ടു, ത്രിപുരയിൽ നമ്മൾ കണ്ടു. അതിപ്പോ കേരളത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട വാക്കായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോകുന്നത്. ഇത്തരം തുറന്നു പറച്ചിലുകളെ ബി.ജെ.പി. എങ്ങനെ കാണുന്നു? അല്ല, ബി.ജെ.പിക്ക് ഇത് സംബന്ധിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ള വിഷയമാണ്. ബംഗാളിൽ, ത്രിപുരയിലും സംഭവിച്ച കാര്യം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സംഭവിച്ചത്. ആ കാലയളവിന്റെ ഒരു മാറ്റർ ഓഫ് ടൈമിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇത് വളരെ വളരെ സ്വാഗതാർഹമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തകർച്ച കേരളത്തിൽ ബി.ജെ.പിക്കാണ്, ദേശീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും പ്രയോജനകരമായി മാറാൻ പോകുന്നത്. ശരി, ശ്രീ കെ സുരേന്ദ്രനൊപ്പം ചേർന്നതിന്. ഇ.പി.യുടെ ബോംബിൽ പ്രതികരിക്കുകയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. അതായത് CPM-ന്റെ അപജയത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ത്രിപുരയിൽ, ബംഗാളിലൊക്കെ കണ്ടത് നമുക്ക് കേരളത്തിലും വളരെ പെട്ടെന്ന് കാണാനാകും എന്ന സൂചനയിലേക്കാണ് ഈ തുറന്നു പറച്ചിലുകൾ, വിയോജിപ്പുകൾ, വിമർശനങ്ങൾ ഒക്കെയും ചൂണ്ടിക്കാട്ടുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. വളരെയധികം നന്ദി ശ്രീ കെ സുരേന്ദ്രൻ. ഒപ്പം ചേർന്നതിന്